നമസ്കാരം. പതിരും കതിരും. വോട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം തളർന്നു കിടക്കുന്നവനെയും കാലൊടിഞ്ഞു കിടക്കുന്നവനെയും വരെ CPMകാർ പൊക്കിയെടുത്ത് തോളിലേറ്റിക്കൊണ്ട് പോളിംഗ് ബൂത്തിൽ എത്തിക്കും. അക്കാര്യത്തിൽ മറ്റുള്ളവരൊക്കെ അടിമക്കമ്മികളെ മാതൃകയാക്കേണ്ടവരാണ്. എന്നാൽ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെ വഴിയിൽ ഉപേക്ഷിച്ച് ചിലപ്പോൾ കടന്നു കളയുകയും ചെയ്യും. ഇതേ പരിപാടിയാണിന്ന് ദിലീപിൻ്റെ വീടായ പത്മസരോവരത്തിൽ നമ്മൾ കണ്ടത്. രാവിലെ മുതൽ മാധ്യമപ്പട ദിലീപിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ കാവൽ കിടന്നു. മരപ്പൊട്ടൻ്റെ ചാനൽ പത്മസരോവരത്തിന് മുകളിലൂടെ ഡ്രോൺ പറത്തി കോഴിക്കൂട്, കുളിമുറി, പട്ടിക്കൂട് തുടങ്ങി സകലതും പകർത്തി സംപ്രേഷണം ചെയ്തു. തൻ്റെ മുകളിൽ ഈ പരിപാടി നടക്കുന്നതറിഞ്ഞ ദിലീപ് ചന്ദന ഭസ്മാതി ലേപനങ്ങളെല്ലാം അണിഞ്ഞ് കുടയും ചൂടിയാണ് കാറിൽ കയറിയത്. ഗേറ്റ് തുറന്ന ദിലീപിൻ്റെ കാർ ഇറങ്ങി കോടതിയിലേക്ക് പോകുന്നു. ഒരു വൻ പട പിന്നാലെ പോകുന്നു. ഇത് അവസാനത്തെ പോക്കാണെന്നും ഇനിയൊരു തിരിച്ചുവരവില്ല എന്നുമൊക്കെ ചിലർ പറയുന്നത് കേട്ടു. ദിലീപ് കയ്യിൽ കെട്ടിയ ചരടിൻ്റെ എണ്ണം വരെ ചില ചാനലുകൾ എണ്ണി എണ്ണി പറഞ്ഞു. അതാ കോടതിയിലേക്ക് ജഡ്ജി വരുന്നു. പിന്നെ കത്തനാരാണോടോ അങ്ങോട്ട് വരേണ്ടത്? ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ ഇതാ കോടതിയിൽ ചുട്ടെടുക്കുന്നു. ജഡ്ജി വിധി പറയുകയാണ്. കേരളം ഉറ്റുനോക്കിയ വിധി ഇതാ വരുന്നു. മിസ്റ്റർ ദിലീപ്, വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ് ജയിലിൻ്റെ കവാടം തുറക്കുന്നതും ദിലീപ് അകത്തേക്ക് പോകുന്നതുമായ ദൃശ്യങ്ങൾക്ക് വേണ്ടി ജനം കാത്തിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ദിലീപ് കുറ്റവിമുക്തനായ വാർത്ത വന്നതോടെ ചാനൽ വനിതാ ജഡ്ജിമാർ തളർന്നിരുന്നു പോയി. തിരിച്ചിറങ്ങിയ ദിലീപിൻ്റെ അരികിലേക്ക് ചെല്ലാൻ ഒന്നു പതറിയ മാധ്യമങ്ങൾ തഞ്ചത്തിനടുത്തുകൂടി കാര്യങ്ങൾ ചോദിച്ചു. അയാൾ വികാരാധീനനായി സംസാരിച്ചപ്പോൾ ഇടയ്ക്കു കയറിയ മാപ്രയോട്, ഒന്ന് നിർത്തണം ഹേ, കഴിഞ്ഞ 8 വർഷവും നിങ്ങളല്ലേ സംസാരിച്ചത്, ഇന്ന് ഞാൻ സംസാരിക്കട്ടെ എന്നായി ദിലീപ്. അതോടെ മാപ്രകളുടെ കാറ്റുപോയി. മുൻ ഭാര്യ മഞ്ജുവാണ് ഗൂഢാലോചന എന്ന ആരോപണം ആദ്യമായി എനിക്കെതിരെ ഉന്നയിച്ചത് എന്ന് ദിലീപ് തറപ്പിച്ചു പറഞ്ഞു. മുതിർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്ന ഗൂഢാലോചനയാണിത് എന്നായി ദിലീപ്. അതോടെ കമ്മികൾ ഹതാശരായി. ദിലീപ് വക്കീലിന് ഉമ്മ കൊടുക്കുന്നതും തൊട്ടു വണങ്ങുന്നതുമൊക്കെ മാധ്യമങ്ങൾ ചിത്രീകരിച്ചു. എന്താണ് ദിലീപിനെ ആഘോഷപൂർവ്വം വിളിച്ചിറക്കിക്കൊണ്ടുവന്ന പത്മസരോവരത്തിൽ തിരിച്ചു കൊണ്ടാക്കാൻ അവർ പോകാതിരുന്നത്? അവിടെ ആരാധകർ കൂടിയിട്ടുണ്ടെന്നും ചെന്നാൽ തല്ലുമേടിക്കുമെന്നും തോന്നിക്കാണും. അങ്ങനെ ദിലീപിനെ വഴിയിൽ തള്ളിയവർ ഇപ്പോൾ കരച്ചിലിലാണ്. അവരെഴുതി വച്ച ജഡ്ജിമെൻ്റ് അല്ലത്രേ ജഡ്ജി വായിച്ചത്. അതോടെ സന്ധ്യാമാടം കരയുന്നു. ഭാഗ്യലക്ഷ്മി അശരീരിയായി കരയുന്നു. അഡ്വക്കേറ്റ് TB മിനി മൂക്ക് ചീറ്റുന്നു. ഈ മിനി കഴിഞ്ഞ 8 വർഷം കൊണ്ട് ദിലീപിൻ്റെ കഴുത്തിൽ തൂക്കുകയർ ഇടുകയായിരുന്നു. ഇവർ പറഞ്ഞ ഒരു വിവരക്കേടും ഇന്നലെ ചാനലിൽ കേട്ടു. ആ നടിയെ ദിലീപ് റേപ്പ് ചെയ്താലും മതിയായിരുന്നു അത്രേ. നോക്കണേ, ഒരു സ്ത്രീയെപ്പറ്റി ഇത്ര സ്ത്രീവിരുദ്ധമായ പരാമർശം നടത്തുന്നവളൊക്കെ ഏത് കോളേജിലാണ് പഠിച്ചത്? കൊള്ളാവുന്ന ഒരുത്തൻ ബലാത്സംഗം ചെയ്യാൻ കാത്തിരിക്കുകയാണോ ഏതെങ്കിലും സ്ത്രീ? ഇവരുടെയൊക്കെ വിചാരം ഇതൊക്കെയാണ്. ഇത്തരക്കാരിയായ അഭിഭാഷകയാണ് കോടതിയിൽ പ്രോസിക്യൂഷനെ സഹായിക്കാനെത്തിയത്. എന്തൊരു വിചിത്രമായ അനുഭവമായിരിക്കും ഇതൊക്കെ. ഇവർ ചാനലിൽ പോലും ഈ വിഷയത്തിൽ ജയിച്ച വക്കീലല്ല. പ്രതിഭാഗത്തിന് ഒരുപാട് ഇന്ധനം പകർന്നു കിട്ടി പോലും. പ്രോസിക്യൂട്ടർക്ക് പെട്രോൾ അടിക്കാൻ കാശില്ലായിരുന്നു, താമസിക്കാൻ വീടില്ലായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പെട്രോൾ അടിക്കാനുള്ള കാശും ദിലീപ് കൊടുക്കണമായിരുന്നു. ആലുങ്ക വെഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ എന്നൊക്കെയുള്ള സ്ഥിതിയിലായിപ്പോയി രാഹുൽ ഈശ്വർ. കഴിഞ്ഞ 8 വർഷമായി ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു രാഹുൽ. വിധി നിയോഗത്താലും കയ്യിലിരിപ്പ് കൊണ്ടും അയാളും അകത്ത് കിടക്കുന്നു. നോക്കണേ, ഈ രാഹുൽ ഈശ്വർ ആർക്കൊക്കെ വേണ്ടി വാദിച്ചോ അവരെല്ലാം പുറത്തും ഈ മനുഷ്യനകത്തും. ഇപ്പോൾ ഭൂതക്കണ്ണാടിയിലെ മമ്മൂട്ടിയുടെ വിദ്യാധരനെ പോലെ ഒരു ഭൂതക്കണ്ണാടി വെച്ച് പുറത്തെ ആഘോഷങ്ങൾ കാണുകയാണ് പാവം രാഹുൽ ഈശ്വർ. മിനിഞ്ഞാന്ന് വരെ പുരുഷ കമ്മീഷന് വേണ്ടിയും സ്വാതന്ത്ര്യ സമരം നയിച്ചും പട്ടിണി കിടന്ന രാഹുൽ ഈശ്വർ ഇന്ന് 3 ഉരുള കൂടുതൽ തിന്നും. വിശ്വോത്തര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ, മുൻ ADGP ശ്രീലേഖ IPS, സജി നന്ദ്യാട്ട്, രാഹുൽ ഈശ്വർ, അജിത് വഞ്ചിയൂർ, നിർമ്മാതാവ് സുരേഷ് കുമാർ, ഇവരൊക്കെയായിരുന്നു ദിലീപിനെ ആദ്യം മുതൽ കുറ്റവിമുക്തനാക്കിയവർ. ഒപ്പം ട്രീപോർട്ടറിലെ ഫാഷൻ പരേഡുകാരിയും മാതൃഭൂമിയിലെ മാധവും 18 ന്യൂസിലെ അപർണ കുറിപ്പും ന്യൂസ് മലയാളത്തിലെ നവോത്ഥാന നായികയും ഈ വിധിയിൽ പ്രതിഷേധിച്ച് ഇന്ന് ഉച്ചയൂണ് ഉപേക്ഷിച്ചു. രാത്രി അത്താഴം ഉപേക്ഷിച്ചാൽ നാളെ അവർക്ക് സുഖമായി പഴങ്കഞ്ഞി കുടിക്കാം. ഈ മരമുറിക്കാരൻ്റെ വീടിൻ്റെ മുകളിലൂടെ ഇന്ന് ട്രോൾ പറത്തിയാൽ അറിയാം അയാൾ രാത്രി ഉറങ്ങുമോ എന്ന്. മഹാശിരസ്കൻ്റെ തലയിൽ മഞ്ഞൾ പുരട്ടി ഉണക്കാൻ വയ്ക്കണം.
മാതൃഭൂമിയിലെ അഭിലാഷ് പറയുന്നത് ഇനിയും മുകളിലോട്ട് കോടതിയുണ്ട് എന്നാണ്. ബി സന്ധ്യയും ഇതുതന്നെ പറയുന്നു. IPS തമ്മിലുള്ള തർക്കം പോലും നിരപരാധികളെ അകത്തു തട്ടുന്ന ഒരു കാലമായി മാറിയല്ലോ ഇത്. നെറ്റിക്കുറിയും നീണ്ട താടിയും നിസ്വഭാവങ്ങളുമായി വന്ന ദിലീപ് വിധി അറിഞ്ഞതോടെ സാത്വിക ഭാവം വെടിഞ്ഞ് പഞ്ച് ഡയലോഗ് അടിച്ച് നായകനായി മാറി. അതോടെ ശരീരഭാഷ മാറി. അയാൾ ഒരു നടൻ്റെ കഴിവ് പുറത്തെടുത്തു. പ്രോസിക്യൂഷന് പകരം നമ്മുടെ ചാനലുകളെ വേണം ആ പണി ഏൽപ്പിക്കാൻ. അവരുടെ വാദങ്ങൾ കേട്ട് ജഡ്ജി വിധി പറഞ്ഞാൽ മാത്രം മതി. ആടിക്കുഴയുന്ന അവതാരകരും അവർക്കിടയിൽപ്പെടുന്ന തണ്ടുതപ്പികളായ പുരുഷ അവതാരങ്ങളും കുറേ ഫെമിനിസ്റ്റുകളും കുറ്റിയും പറിച്ചിറങ്ങിയ ആക്ടിവിസ്റ്റുകളും വിവരമില്ലാത്ത കമ്മികളും തലയിലൊന്നുമില്ലാത്ത ആശ്രിതരും കൂടിയാണ് മിക്ക കേസുകളും ഇങ്ങനെ കുളമാക്കുന്നത്. ഇവരുടെ മുൻകൂർ വിധി അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വിധി പറഞ്ഞ ജഡ്ജിയെയും കേസ് നടത്തിയ വക്കീലിനെയും തെറി വിളിക്കും. എന്തായാലും ഇന്ന് രാത്രി ഗോപാലകൃഷ്ണൻ കണ്ണും പൂട്ടി സുഖമായി ഉറങ്ങും. കാവ്യമാധവൻ സന്ധ്യാനാമം ഉറക്കെ ഉരുവിടും. മഞ്ജു വാര്യർ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന ലക്ഷണമില്ല. ഇനി അഥവാ കോടതിക്ക് മുകളിൽ വല്ല വിധിയുമുണ്ടെങ്കിൽ അത് ദിലീപ് അനുഭവിക്കട്ടെ.